കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന പേരുള്ള ഒരു സിനിമ കാണാനിടയായി. ഒരു സ്കൂൾ ജീവിതമാണ്, ഒരു സ്കൂളാണ് ഈ സിനിമയുടെ ഒരു കഥാപരിസരം എന്ന് പറയുന്നത്. അവിടെ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അധ്യാപകർക്കിടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ, ഇതൊക്കെയാണ് ഈ സിനിമയുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് കുട്ടികൾ അവരുടെ സ്ഥിരം ശൈലിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നിന്ന് മാറി ഒരു U-V ഷേപ്പിലേക്കൊക്കെ അറേഞ്ച്മെൻറ്റ്സ് മാറ്റുന്ന ഒരു രംഗമുണ്ട്. അതിലേക്കാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിൽപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഫ്രണ്ട് ബെഞ്ച്, ബാക്ക് ബെഞ്ച്, മിഡിൽ ബെഞ്ച്, ഈ ഒരു സെപ്പറേഷൻസ് ഉണ്ടല്ലോ, ഇതിനെ പറ്റിയിട്ട് ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാവാം ഇതിൻ്റെ ക്ലൈമാക്സ് അവർ ആ രീതിയിലേക്ക് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് കുറച്ചു മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. കുട്ടികൾക്കിടയിൽ ഈ പറഞ്ഞ രീതിയിൽ ഫ്രണ്ട് ബെഞ്ച്, ബാക്ക് ബെഞ്ച് ഇതൊന്നും വേണ്ട, പകരം നമുക്കൊരു U ഷേപ്പ്, എല്ലാവരും ഫ്രണ്ട് ബെഞ്ച് എന്ന രീതിയിലേക്ക് മാറണമെന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി. ഈ വിഷയത്തെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി മാത്രമാണ്. ഈ പറഞ്ഞ ഒരു ഫ്രണ്ട് ബെഞ്ച്, ബാക്ക് ബെഞ്ച് സെപ്പറേഷൻസ്, വേർതിരിവ് എന്ന് പറയുന്നത് അതൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്. സമൂഹത്തിലുണ്ടായിട്ടുള്ളൊരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണത്. അധ്യാപകർക്കിടയിൽ ഇത്തരത്തിലുള്ള യാതൊരു വേർതിരിവുകളും ഇല്ല. ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രാക്ടിക്കലി ഈ ഒരു ട്രഡീഷണൽ രീതി ഫോളോ ചെയ്യുന്നത് കൊണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് അധ്യാപകർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്കും ഇതുമൂലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ന് കാണുന്ന രീതിയിൽ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഈ ഒരു ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾ വളരെ മികച്ച കുട്ടികളാണ്, അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നതൊക്കെ മോശം കുട്ടികളാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ചിത്രീകരണമുണ്ട്. അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അധ്യാപകർക്കിടയിൽ അത്തരത്തിലുള്ള യാതൊരു വേർതിരിവുകളും ഇല്ല. ബാക്കിയുള്ളതെല്ലാം സമൂഹത്തിൻ്റെ സൃഷ്ടികൾ മാത്രമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും LP UP ക്ലാസ്സുകളിലൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. വളരെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ ക്ലാസ്സിൽ നിന്നും ശ്രദ്ധ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിനെ മറികടക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ്റെ ജോലി. അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലും അവതരണ രീതിയിലും ടീച്ചിങ് എയ്ഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുമൊക്കെ കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് ശ്രമിക്കുന്നത്. കാരണം കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതോടുകൂടി അധ്യാപനം വളരെ ഈസിയായി മാറും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അധ്യാപകൻ നടത്തുക. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് അധ്യാപകന് കുട്ടികളെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം കുട്ടികൾ ഇങ്ങനെ നിരനിരയായി പിന്നിലേക്ക് ഇരിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്കിടയിൽ അധ്യാപകനും കുട്ടികൾക്കും ഇടയിൽ ചില മറവുകൾ വരുന്നത് കൊണ്ട് നേരിട്ട് അപ്രോച്ച് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തിരിച്ചും ഒരു വിദ്യാർത്ഥിക്ക് അധ്യാപകൻ എന്നെ കാണുന്നില്ല, നേരിട്ട് കാണാനുള്ള സാഹചര്യങ്ങളില്ല, എൻ്റെ മുന്നിൽ മറവുകളുള്ളത് കൊണ്ട് തന്നെ, തടസ്സങ്ങളുള്ളത് കൊണ്ട് തന്നെ അധ്യാപകൻ എന്നെ കൃത്യമായി വാച്ച് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ കുട്ടികൾക്കുണ്ടാകുന്ന സമയത്തും ആ ഒരു കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ശ്രദ്ധിക്കാതെ മറ്റു ജോലികളിലൊക്കെ വ്യാപൃതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എക്സാംസ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റു വർക്കുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മറ്റു കുട്ടികളിൽ നോക്കി എഴുതാനുള്ളൊരു സാഹചര്യം വളരെ കൂടുതലാണ്. ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നതിലൂടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ബോർഡിലേക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. മറ്റു രീതികളാവുമ്പോൾ അതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഈ ഒരു രീതിയിലൂടെ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ബോർഡിലേക്കുള്ള ഒരു ആക്സസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. ഈ ഒരു ട്രഡീഷണൽ രീതി ഫോളോ ചെയ്യുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ കുട്ടികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഫ്രണ്ട് ബെഞ്ച്, ബാക്ക് ബെഞ്ച്, ഇവ രണ്ടിൻ്റെയും ഇടയിൽ മിഡിൽ ബെഞ്ചേഴ്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ഗ്രൂപ്പിസം ഒക്കെ കുട്ടികളിൽ വന്നിട്ടുള്ളത് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതിലൂടെയാണ്. കുറച്ച് കുട്ടികൾ സ്ഥിരമായിട്ട് മുന്നിലിരിക്കുന്നു, അവർ നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കും, ബാക്കിലിരിക്കുന്ന കുട്ടികളൊക്കെ വളരെ മോശമായിരിക്കും എന്നുള്ളൊരു ധാരണ സമൂഹത്തിൽ ഉണ്ടാവാനിടയായിട്ടുണ്ട്. അത് ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നതിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകളിലൊക്കെ പിന്നീട് റൊട്ടേഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ മുന്നിലിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നാളെ കുട്ടികൾ ആ ബെഞ്ച് പിന്നിലായിരിക്കും. ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. ബെഞ്ച് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചില കുട്ടികൾ ചിലപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. കാഴ്ച ശക്തിയിലും കേൾവി ശക്തിയിലും ഒക്കെ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർ ഈ ഒരു റൊട്ടേഷൻ്റെ ഭാഗമാക്കുന്ന സമയത്ത് അവർക്ക് ക്ലാസ്സിലേക്കുള്ള ഒരു ശ്രദ്ധ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ക്ലാസ്സിൽ അധ്യാപകൻ പറയുന്നത് കാണാനും കേൾക്കാനും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുപോലെ കുട്ടികളുടെ ശാരീരിക പ്രകൃതത്തിൽ മാറ്റങ്ങളുണ്ടാവും. ഒരു വളർച്ചാ നിരക്ക് പല രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് പിറകിലിരിക്കുന്ന കുട്ടികൾക്ക് മുന്നിലിരിക്കുന്ന ഫ്രണ്ടിലേക്ക്, ബോർഡിലേക്കൊക്കെ കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇവിടെയൊക്കെയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു U ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പിൻ്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ കുട്ടികളെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു അധ്യാപകന് കുട്ടികളെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ ഒരു കുട്ടിയുടെ ഈച്ച് ആൻഡ് എവറി മൂവ്മെൻറ്റ്സ് അധ്യാപകന് കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ അധ്യാപകൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ മുന്നിൽ അധ്യാപകർക്കിടയിലായിട്ട് മറ്റു ബാരിയേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ്സിൽ ഇരിക്കുകയും
അതുപോലെ നേരത്തെ പറഞ്ഞ വർക്കുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ വ്യാപൃതരാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത് കൊണ്ടുണ്ടാവും. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്, അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ ഏറ്റവും മികച്ച ഒരു രീതി എന്ന് പറയുന്നത്, അതിന് വേണ്ടിയിട്ടൊരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു യു അല്ലെങ്കിൽ വി ഷേപ്പ് എന്നുള്ളത് തന്നെ. അധ്യാപകൻ ഒരു ഒറ്റ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, മുഴുവൻ കുട്ടികളെയും വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഒരു യു ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ് ഫോളോ ചെയ്യുന്നതിലൂടെ ഉണ്ടാവുക. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യം തന്നെയാണ്. ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നതിലൂടെ നേരത്തെ പറഞ്ഞ ഒരു ഫ്രണ്ട് ബെഞ്ച്, ബാക്ക് ബെഞ്ച്, ഈ ഒരു സിസ്റ്റം അത് പൂർണ്ണമായി മാറ്റാൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിലെല്ലാവരും ഫ്രണ്ട് ബെഞ്ച് ആയതുകൊണ്ട് തന്നെ, ഇതിൽ മറ്റു നിരകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ സമൂഹത്തിലുള്ള ഞങ്ങൾ ബാക്ക് ബെഞ്ചാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട് ബെഞ്ചാണെന്ന തരത്തിലുള്ള ഒരു ഗ്രൂപ്പിസത്തിനൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു യു വി ഷേപ്പുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കുട്ടികളുടെ എണ്ണം കൂടുതൽ ഉള്ള സ്ഥലങ്ങളിൽ, അതായത് കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായി സ്കൂളുകളിൽ ആനുപാതികമായിട്ടുള്ള ഡിവിഷനുകളോ ഇല്ല എങ്കിൽ ഒരു ക്ലാസ്സിൽ തന്നെ ഒരുപാട് കുട്ടികളെ ഒക്യുപ്പൈ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ക്ലാസ്സിൽ കൂടുതൽ കുട്ടികളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ ആയിട്ടുള്ള രീതി മാത്രം ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. യു വി ഷേപ്പുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ കുട്ടികളുടെ എണ്ണത്തിനൊരു പരിമിതിയുണ്ട്. ഒരു എണ്ണത്തിൽ കൂടുതൽ കുട്ടികളെ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുട്ടികളുടെ എണ്ണം കൂടുതലും സ്കൂളുകളുടെ എണ്ണം കുറവും ഒക്കെ ആകുന്ന ഒരു സമയത്ത് ഒരു ക്ലാസ്സിൽ കൂടുതൽ കുട്ടികളെ ഉൾക്കൊള്ളിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതി തന്നെ ഫോളോ ചെയ്യാനുള്ള ഒരു സാഹചര്യമേ ഉള്ളൂ. ഈ ഒരു പുതിയ രീതി ഫോളോ ചെയ്യുന്ന സമയത്ത്, പുതിയ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലാസ്സിൻ്റെ നീളം, വീതി, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം, ഇതൊക്കെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. വളരെ നീളം വീതിയൊക്കെ കുറഞ്ഞ ചെറിയ ക്ലാസ് റൂമുകളാകുന്ന സമയത്ത് ഈ ഒരു യു ഷേപ്പൊക്കെ ഫോളോ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ബോർഡിലേക്ക് കൃത്യമായിട്ട് കാണാത്തൊരു സാഹചര്യം ഉണ്ടാവും, ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴുത്ത് വേദനയൊക്കെ പോലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതുപോലെ ഒരുപാട് കുട്ടികളൊക്കെ ഉള്ള സ്കൂളാകുന്ന സമയത്ത് ഈ ഒരു പുതിയ രീതി ഫോളോ ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ള ഈ ഒരു മാറ്റം, ഇത് ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. പക്ഷേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സുകളിൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിൽ കുട്ടികൾക്ക് ആനുപാതികമായിട്ട് സ്കൂളുകളും ഡിവിഷനുകളും ഒക്കെ ഉണ്ടോ എന്നൊരു പരിശോധന കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം ഒരുക്കിയതിന് ശേഷം മാത്രമേ, കുട്ടികളുടെ എണ്ണം ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ, ക്ലാസ് മുറികളുടെ നീളം വീതിയൊക്കെ പരിശോധിച്ചതിന് ശേഷം, പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു പുതിയ സിസ്റ്റം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ.